ലോകത്തെയാകെ പിടിച്ചുലച്ചിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം അനുസ്മരിക്കുന്നത്. 1495 വർഷങ്ങൾക്ക് മുമ്പ് ഭൂജാതനായ 40ാമത്തെ വയസ്സിൽ പ്രവാചകത്വം സ്വീകരിച്ചുകൊണ്ട് 23 വർഷക്കാലത്തെ പ്രവാചകത്വ പ്രവർത്തനത്തിലൂടെ നിശബ്ദമായ സാമൂഹ്യ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത മുഹമ്മദ് നബി തിരുമേനി ചരിത്രമുള്ളിടത്തോളം കാലം, കാലമുള്ളിടത്തോളം കാലം സ്മരിക്കപ്പെടും, ആദരിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 40ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രിയേൽ എന്ന ദൈവീക ദൂതനിൽ നിന്ന് തനിക്ക് ആദ്യമായി ലഭിച്ച ദൈവീക പ്രബോധനമായിരുന്നു പ്രവാചകത്വ പ്രവർത്തനത്തിൻ്റെ തുടക്കം. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നാമധേയത്തിൽ നീ വായിക്കുക എന്ന മഹത്തായ സന്ദേശം, ആ മഹത്തായ ദൈവീകമായ പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ട് ആരംഭിച്ച പ്രബോധന പ്രവർത്തനം 23 വർഷക്കാലം കൊണ്ട് അന്ധകാര നിബിഡമായിരുന്ന അപരിഷ്കൃതമായിരുന്ന അറേബ്യൻ സമൂഹത്തെ ഒരു പരിഷ്കൃത സമൂഹമായി പരിവർത്തനം ചെയ്യുന്നതിന് സഹായകരമായി എന്ന് മാത്രമല്ല, ഇന്ന് ലോകത്ത് ഏതാണ്ട് 140 കോടിയിലധികം വരുന്ന വിശ്വാസ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ പ്രവാചകത്വ പ്രവർത്തനങ്ങളിലൂടെ ഇസ്ലാമിക ദർശനങ്ങളുടെ വ്യാപനത്തോടുകൂടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധേയമാണ്. ആദ്യമായി ലഭിച്ച ദൈവീക പ്രബോധനം കേട്ടപ്പോൾ അവിശ്വസനീയമായി തോന്നിയ പ്രവാചകൻ ഭയത്തോടെ ഭീതിയോടെ വീട്ടിൽ പോയി കമ്പിളിപ്പുതപ്പ് മൂടി പുതച്ച് കിടന്നിരുന്ന പ്രവാചകന് വീണ്ടും ലഭിച്ച ശക്തമായിട്ടുള്ള സന്ദേശമായിരുന്നു, നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നാമധേയത്തിൽ, സ്രഷ്ടാവിൻ്റെ നാമധേയത്തിൽ നീ വായിക്കുക, നീ അറിയുക എന്നുള്ളത്. നീ വായിക്കുക, അറിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് കേവലം വായിക്കാനും അറിയുക എന്നതിനപ്പുറത്ത് വിവേകബോധത്തോടുകൂടി തിരിച്ചറിവിൻ്റെ സംസ്കാരത്തിലേക്ക് നീ ഉണരുക, വളരുക. നന്മയും തിന്മയും ന്യായവും അന്യായവും സത്യവും അസത്യവും കല്ലും നെല്ലും വേർതിരിച്ച് വിവേചിച്ചറിയുന്നത് പോലെ വിവേചിച്ചറിഞ്ഞ് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാർഗത്തിലേക്ക് മുന്നേറുന്നതിനും അതിന് സമൂഹത്തെ നയിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പ്രബോധനമാണ് 40ാമത്തെ വയസ്സിൽ പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിക്ക് ലഭിച്ചത്. അന്ന് തുടങ്ങിയ പ്രബോധന പ്രവർത്തനങ്ങൾ അങ്കുലീപരിമിതമായ അനുയായി സമൂഹവുമായി പ്രവാചകൻ ആരംഭിച്ച പ്രബോധന പ്രവർത്തനങ്ങൾ കടുത്ത യാതനകളെയും വേദനകളെയും തീക്ഷ്ണമായ സാഹസികമായ പ്രതിരോധങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് എന്നുള്ളത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചകൻ നടന്നുപോയ വഴികളിൽ മുള്ളുവാരി വിതറി, ചീമുട്ടയെറിഞ്ഞു. നമുക്കറിയാം, ആ കാലയളവിൽ 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള അറേബ്യൻ സമൂഹമെന്ന് പറയുന്നത് ഏറ്റവും അപരിഷ്കൃതമായ, പ്രാകൃതമായ, ശാസ്ത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളത് ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിക്കുന്ന, ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ കാലഘട്ടത്തിൽ പെൺകുട്ടികളാണ് ജനിക്കുന്നതെങ്കിൽ പെൺകുട്ടികളെ പച്ച ജീവനോടെ ചുട്ടുപൊള്ളുന്ന മണലിൽ പച്ച ജീവനോടുകൂടി കുഴിച്ചു മൂടുന്ന പ്രാകൃതമായ ജീവിത വ്യവസ്ഥ നിലനിന്ന, ചൂതുകളിയും മദ്യപാനവും വ്യഭിചാരവും ഉൾപ്പെടെയുള്ള എല്ലാ അധാർമിക പ്രവർത്തനങ്ങളും കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ അധാർമികതയിൽ നിന്ന് ധാർമ്മികതയിലേക്കുള്ള സാമൂഹ്യ വിപ്ലവത്തിന് പ്രവാചകൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ പ്രചോദനമായി എന്നുള്ളതാണ് പ്രവാചകനെ അനുസ്മരിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം, അല്ലെങ്കിൽ അഭിമാനത്തോടു കൂടി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. അപ്പോൾ അന്ധകാര നിബിഡമായിരുന്ന അപരിഷ്കൃതമായിരുന്ന ഒരു കാലഘട്ടത്തെ, ഇരുണ്ട കാലഘട്ടത്തെ പ്രകാശപൂരിതമായ, പ്രകാശമാനമായ കാലഘട്ടമായി പരിവർത്തനം ചെയ്തു എന്ന നിശബ്ദമായ സാമൂഹ്യ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത പ്രവാചകൻ എങ്ങനെയായിരിക്കണം ധാർമ്മികമായ ജീവിതം നയിക്കേണ്ടത് എന്ന് ലോകത്തെ പഠിപ്പിച്ചു. കാരണം സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന പ്രകൃതി വിഭവങ്ങളും സർവചരാചരങ്ങളുടെയും നമുക്ക് അവകാശപ്പെട്ടതല്ല. ഇത് മുഴുവൻ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടാവിനെ
ഏക ദൈവത്തിൽ അധിഷ്ഠിതമായ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അചഞ്ചലമായ വിശ്വാസവും ആ വിശ്വാസത്തിൻ്റെ അവസാന പ്രചാരകനായിരുന്ന മുഹമ്മദ് നബിയെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാമത്തെ ഘടകം. ദിനേന മുറതെറ്റാതെ കൃത്യതയോടുകൂടി 5 നേരം നിസ്കരിച്ചുകൊണ്ട് ശരീരവും മനസ്സും ഏകാഗ്രമാക്കി മാറ്റിക്കൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള നിഷ്ഠ. വർഷത്തിൽ 1 മാസക്കാലം പകൽ സമയങ്ങളിൽ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നൊയമ്പനുഷ്ഠിക്കണമെന്നുള്ളത്. അതുപോലെ തന്നെ ഉള്ളവൻ്റെ വരുമാനത്തിൻ്റെ നിയതമായ അംശം പാവപ്പെട്ടവനില്ലാത്തവന് നൽകണമെന്ന സാമ്പത്തികവും സാമൂഹ്യനീതിയുടെയുമായിട്ടുള്ള ദർശനം. ആരോഗ്യവും സമ്പത്തും അനുവദിക്കുമെന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇസ്ലാമിക കാര്യങ്ങളായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ പ്രവാചകൻ നിഷ്കർഷിച്ചത് പ്രബോധനങ്ങളിലൂടെ, ദൈവീകമായ വചനങ്ങളിലൂടെ പ്രവാചകന് ലഭിച്ച ഈ ദർശനങ്ങൾ ലോക സമൂഹത്തിന് പ്രദാനം ചെയ്തത് സൂക്ഷ്മമായ ജീവിതം നയിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. നമുക്കറിയാം, ഉള്ളവൻ്റെ വരുമാനം അത് മൂലധന വരുമാനത്തിൻ്റെയും വാർഷിക വരുമാനത്തിൻ്റെയും നിയതമായിട്ടുള്ള അംശം 10 മുതൽ 20% വരെ വാർഷിക വരുമാനത്തിൻ്റെയും 3% വരെ മൂലധന വരുമാനത്തിൻ്റെയും ക്യാപിറ്റൽ ഇൻകവും ആനുവൽ ഇൻകവും. ഇത് ഇല്ലാത്തവന് നൽകണമെന്ന് മാത്രമല്ല പറഞ്ഞു, ഇത് ലഭിക്കാനുള്ളത് ഇല്ലാത്തവൻ്റെ അവകാശമാണെന്നും കൊടുക്കാനുള്ളത് ഉള്ളവൻ്റെ സാമൂഹ്യമായ ഉത്തരവാദിത്വമാണെന്നും പ്രവാചകൻ നമ്മോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളത് മുഴുവൻ നിനക്ക് മാത്രം അനുഭവിച്ചു തീർക്കാനുള്ളതല്ല. കഠിനമായ അധ്വാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഭാഗമായി നീ ആർജിച്ചിട്ടുള്ള സ്വത്തിൽ പോലും പൂർണ്ണമായും നിനക്ക് അവകാശമില്ല, അത് സമൂഹത്തിന് കൂടി അവകാശപ്പെട്ടതാണ്. കാരണം നിൻ്റെ അധ്വാനം കൊണ്ടാണ് ആസ്തി ഉണ്ടായതെങ്കിലും വരുമാനമുണ്ടായതെങ്കിലും ആ ആസ്തിയും വരുമാനവും ലഭ്യമാക്കാൻ ഉതകിയത് ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള പ്രകൃതി വിഭവങ്ങളുടെ വിനിയോഗത്തിലൂടെയാണ് നീ മൂലധനവും വരുമാനവും ആർജിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വരുമാനത്തിലും ആസ്തിയിലും ഈ സമൂഹത്തിന് കൂടി അവകാശമുണ്ട് എന്ന ഉന്നതമായ സാമൂഹ്യ ബോധം ലോകത്തിന് പറഞ്ഞുകൊടുത്ത പഠിപ്പിച്ചു കൊടുത്ത വിശ്വമാനവികതയുടെ പ്രവാചകനാണ്. സാമൂഹ്യനീതിയുടെ ദർശനത്തിൻ്റെ സാക്ഷാത്കാരം ലോകത്ത് സാധ്യമാക്കിയ, സാമ്പത്തിക നീതിയുടെ സാക്ഷാത്കാരം ലോകത്ത് അനുഭവഭേദ്യമാക്കിയ വിശ്വപ്രവാചകനാണ് അവസാന പ്രവാചകനായ മുഹമ്മദ് നബി മുസ്തഫ തിരുമേനി. അതുകൊണ്ട് തന്നെയാണ് ലോകമുള്ളിടത്തോളം കാലം ആദരിക്കപ്പെടുമെന്ന് ആമുഖമായി ഞാൻ ചൂണ്ടിക്കാണിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇതുപോലെ എല്ലാ കാര്യങ്ങളും എങ്ങനെയായിരിക്കണം ധാർമ്മിക ജീവിതം നയിക്കേണ്ടത് എന്ന് സ്വജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. തുടക്കത്തിൽ പ്രവാചകത്വ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി. മക്കത്തെ പ്രമാണിത്വ വർഗം എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളും നടത്തി, ഭീഷണി നടത്തി. എല്ലാം നടത്തിയതിനു ശേഷവും അതിൽ നിന്ന് പിന്തിരിയുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്രവാചകനോട് മക്കത്തെ പ്രമാണിത്വ വർഗം പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നത് എന്തു വേണമെങ്കിലും സാധ്യമാക്കി തരാൻ ഞങ്ങൾ തയ്യാറാണ്. നീ ആഗ്രഹിക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയെ നിനക്ക് വിവാഹം കഴിച്ചു തരാം. സമ്പത്താണ് താല്പര്യമെന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന സമ്പത്ത് നൽകാം. ഭരണാധികാരിയാകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പറയുന്ന പ്രവിശ്യ പതിച്ചു നൽകാം ഭരണാധികാരിയാകാൻ. പക്ഷെ ഒരു കാര്യം നീ ചെയ്യണം, ഈ സത്യവിശ്വാസത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അവരോട് പ്രവാചകൻ പറഞ്ഞ മറുപടി ഈ COVID-19 കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണ്. കാരണം വലതു കൈയിൽ സൂര്യനെയും ഇടതു കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നിട്ട് ഈ സത്യവിശ്വാസ പ്രസ്ഥാനത്തെ ഉപേക്ഷിക്കണമെന്ന് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടാൽ ഈ വിശ്വാസം പ്രയോഗവൽക്കരിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും. പ്രയോഗവൽക്കരണ മധ്യേ ഒന്നുകിൽ ഞാൻ മരിച്ചു വീഴും, അല്ലെങ്കിൽ ഞാൻ ഈ വിശ്വാസം ഈ മണ്ണിൽ സാധ്യമാക്കും. രണ്ടാമത് പറഞ്ഞ കാര്യം സാധ്യമാക്കിയതിന് ശേഷമാണ്
63-ാമത്തെ വയസ്സിൽ പ്രവാചകൻ വിടവാങ്ങിയത്. ആ വിടവാങ്ങുന്നതിന് തൊട്ട് മുമ്പ് പ്രവാചകൻ നടത്തിയ പ്രസംഗം, മക്കയിൽ നിന്ന് മദീനയിൽ വന്ന് നടത്തിയിട്ടുള്ള പ്രസംഗം, ആ പ്രസംഗം തന്നെ എങ്ങനെയാണ് ധാർമ്മികമായ സനാതനമായ ജീവിതം ഒരു മനുഷ്യൻ നയിക്കേണ്ടത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വിവരണമായിരുന്നു ആ പ്രസംഗം, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും. കാരണം പ്രവാചക ജീവിതം പരിശോധിച്ചാൽ മക്കത്തു നിന്ന് മദീനയിലേക്ക് എത്തിയതിനു ശേഷം, മദീനയിൽ യുദ്ധവിജയത്തിന് ശേഷം ആദ്യമായി ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമാകുന്നത് സത്യത്തിൽ മദീനയിലാണ്. ആ മദീനയുടെ ഭരണാധികാരിയായി ചുമതലയേൽക്കുമ്പോൾ തന്നെ പ്രവാചകൻ ആദ്യം ചെയ്തത് അയൽ ഗോത്രങ്ങളും ജൂതഗോത്രങ്ങളും ക്രൈസ്തവ ഗോത്രങ്ങളും ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലെ ഗോത്രങ്ങളുമായി സമാധാനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഉടമ്പടി ഉണ്ടാക്കുന്നതായിരുന്നു. യുദ്ധമില്ലാത്ത സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ടാണ് ഭരണനിർവഹണ പ്രക്രിയയ്ക്ക് പ്രവാചകൻ മദീനയിൽ തുടക്കം കുറിച്ചത്. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ, കാരണം പ്രവാചകൻ ചുമതലയേറ്റതിന് ശേഷം ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്തവരായി ആ നാട് മാറി. യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടവരോട് പ്രവാചകൻ പറഞ്ഞ ശിക്ഷ, വിമോചന മൂല്യം നൽകി പുറത്തു പോകാൻ കഴിയാത്തവർക്ക് പ്രവാചകൻ നൽകിയ ശിക്ഷ, നിങ്ങൾ ഒരാൾ തടവുകാരൻ മദീന പട്ടണത്തിലെ 10 കുട്ടികളെ വെച്ച് എഴുത്തും വായനയും പഠിപ്പിക്കണം എന്നതാണ്. വിദ്യാഭ്യാസത്തിന് പ്രവാചകൻ കൽപ്പിച്ച വില, ഇസ്ലാമിക വിശ്വാസം നൽകുന്ന മഹത്വം വാക്കുകളിലൂടെ വിവരിക്കാൻ കഴിയുന്നതല്ല. ചീനയിൽ പോയിട്ടാണെങ്കിലും വിദ്യ അഭ്യസിക്കണം എന്ന് പറഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് പ്രതിശ്രുത വരനെ കണ്ടെത്തുന്നതിന് മുന്നോട്ട് വെച്ച മാനദണ്ഡം സമ്പത്തായിരുന്നില്ല, വിദ്യാസമ്പന്നനും സംസ്കാര സമ്പന്നനുമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം, സാമ്പത്തിക നീതിയുടെ ദർശനം, സാമൂഹ്യ നീതിയുടെ ദർശനം. വിടവാങ്കൽ പ്രസംഗത്തിൽ തന്നെ പ്രവാചകൻ പറഞ്ഞു, സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ച്, ഇസ്ലാമിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞു, മൂലധനത്തിന്മേൽ ആർജിക്കുന്ന പലിശ ഹലാലല്ല, ഹറാമാണ്. അത് പറയുക മാത്രമല്ല, പ്രവാചകൻ്റെ 23 വർഷക്കാലത്തെ പ്രവാചകത്വ ജീവിത കാലഘട്ടത്തെ ശാസ്ത്രീയമായി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവീകമായ വചനങ്ങളും നിർദ്ദേശങ്ങളും കേവലം മറ്റുള്ളവരിൽ പ്രചരിപ്പിക്കുക മാത്രമല്ല, സ്വജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് ആ സന്ദേശം സമൂഹത്തിന് നൽകിയത്. അതുകൊണ്ടാണ് ആ വിശ്വാസം അല്ലെങ്കിൽ ആ സന്ദേശത്തിന്, പ്രമേയത്തിന് വിശ്വാസ്യത ഉണ്ടായത്. അതുകൊണ്ടാണ്. അപ്പം വിടവാങ്കൽ പ്രസംഗത്തിൽ തൻ്റെ പിതൃവ്യനായിട്ടുള്ള അബ്ബാസിന് ലഭിക്കാനുണ്ടായിരുന്ന പലിശ പരസ്യമായി ദുർബലപ്പെടുത്തിക്കൊണ്ടാണ് മൂലധനത്തിന്മേൽ ആർജിക്കുന്ന പലിശ നിഷിദ്ധമാണ്, നിരാകരിക്കണം എന്ന് പ്രവാചകൻ ഉദ്ഘോഷിച്ചത്, ആവശ്യപ്പെട്ടത്. അപ്പോൾ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തം, ആധുനിക കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, വൈരുദ്ധ്യം, പ്രത്യയശാസ്ത്രവും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തമില്ലായ്മയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ അനന്തരഫലമാണ് നോവൽ കൊറോണ വൈറസ് അഥവാ COVID-19. പ്രകൃതിയെ വിസ്മരിച്ച്, എല്ലാ മാനുഷിക മൂല്യങ്ങളെയും വിസ്മരിച്ച്, സർവപ്രപഞ്ചത്തെ സർവം ഞങ്ങൾ കീഴടക്കിയെന്ന് അഹങ്കരിച്ച മനുഷ്യൻ ഇന്ന് പരമാണുവിൽ പരമാണുവെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വൈറസിന് മുന്നിൽ ഇതാ മുട്ടുമടക്കി നിൽക്കുന്നു. ഉത്തരം കിട്ടാതെ, പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായും പ്രവാചകൻ്റെ വിടവാങ്കൽ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും സമയപരിധി ഉള്ളതുകൊണ്ട് പോകുന്നില്ല. എങ്ങനെയായിരിക്കണം ഭാര്യാഭർത്തൃബന്ധം, കുടുംബജീവിതം, രാഷ്ട്രജീവിതം, വ്യക്തി ശുചിത്വം എങ്ങനെ പാലിക്കപ്പെടണം, സാമ്പത്തിക നീതി എങ്ങനെ സാധ്യമാക്കണം തുടങ്ങി സകല കാര്യങ്ങളെ സംബന്ധിച്ചും പറഞ്ഞതിന് ശേഷം അവസാനം പ്രവാചകൻ പറഞ്ഞു, ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം
നിങ്ങളെ ഇതേ സ്ഥലത്ത് വെച്ച് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഞാൻ ഉണ്ടാകണമെന്നില്ല. പക്ഷേ അപ്പോഴും ഞാൻ 2 കാര്യങ്ങൾ ഈ ഭൂമുഖത്ത് ഉപേക്ഷിച്ചു പോകുന്നു. ഒന്ന്, ഈ ഉള്ളവൻ്റെ ജീവിതചര്യ, പ്രവാചക ജീവിതചര്യ, 23 വർഷക്കാലത്തെ പ്രവാചക ജീവിതചര്യ. 2, ദൈവീക വചനങ്ങളുടെ സംഗ്രഹമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ ഖുർആനും പ്രവാചക ജീവിതചര്യയും പിൻപറ്റി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ക്ലേശവും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കേണ്ടി വരില്ല. ഇത് രണ്ടും പിൻപറ്റി ജീവിക്കുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി. പ്രവാചകൻ പറഞ്ഞു, അല്ലാതെ കറുത്തവൻ വെളുത്തവനേക്കാളോ വെളുത്തവൻ കറുത്തവനേക്കാളോ ശ്രേഷ്ഠനല്ല. അറബി അനറബിയേക്കാളോ അനറബി അറബിയേക്കാളോ ശ്രേഷ്ഠനല്ല. സമ്പന്നൻ ദരിദ്രനേക്കാളോ ദരിദ്രൻ സമ്പന്നനേക്കാളോ ശ്രേഷ്ഠനല്ല. ശ്രേഷ്ഠതയ്ക്കാധാരം ജീവിതത്തിലെ സൂക്ഷ്മതയത്രേ. സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നവനാരോ അവനാണ് പരമകാരുണികനായ സ്രഷ്ടാവായ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ, ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ. ആ സൂക്ഷ്മമായ ജീവിതം നയിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ് ഞാൻ ഈ ഭൂമുഖത്ത് ഉപേക്ഷിക്കുന്നത്: പ്രവാചക ജീവിതചര്യയും വിശുദ്ധ ഖുർആനിക നിയമവും. അത് രണ്ടും പിൻപറ്റി ജീവിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ, പ്രവാചകനെ അനുസ്മരിക്കുന്ന ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതല, ദൗത്യം. അത് നിർവഹിക്കുന്നതിന് പ്രവാചകനെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളിൽ മാത്രമല്ല പ്രവൃത്തികളിലും സാധ്യമാക്കാൻ നമുക്ക് കഴിയണം. സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേരോട്ടമുള്ള മഹത്തായ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവാചക ചിന്തകൾ, പ്രവാചക ജീവിതചര്യ, ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിക നിയമങ്ങൾ, ഇതിൻ്റെയൊക്കെ വർത്തമാനകാല പ്രസക്തിയെ സംബന്ധിച്ച് കൃത്യതയോടുകൂടി വർത്തമാനകാല സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിൽ സന്നിവേശിപ്പിക്കുന്നതിനും ആശയ സംവേദനം നടത്തുന്നതിനും മതനിരപേക്ഷമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക ദർശനം, ദീനുൽ ഇസ്ലാം, ഒരിക്കലും ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ അഭിസംബോധന ചെയ്യുന്നതായിരുന്നില്ല പ്രവാചകൻ അല്ലെങ്കിൽ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ. മാനവ സമൂഹത്തിൻ്റെ ആകെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള മഹത്തരമായ പ്രത്യയശാസ്ത്രം. വാരിയെല്ലുകളാൽ സംരക്ഷിതമായ ഹൃദയം കൊണ്ട് നീ എന്ത് ചിന്തിക്കണമെന്നും ചിന്തിക്കരുതെന്നും, കണ്ണുകൾ കൊണ്ട് എന്ത് കാണണമെന്നും കാണരുതെന്നും, കാതുകൾ കൊണ്ട് എന്ത് കേൾക്കണമെന്നും കേൾക്കരുതെന്നും, മറ്റവയവങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണമെന്നും ചെയ്യരുതെന്നും കല്ലും നെല്ലും വേർതിരിച്ചറിയുന്നത് പോലെ ജനങ്ങളെ പഠിപ്പിച്ച ഒരു വിശ്വാസം. ആ മഹത്തായ വിശ്വാസമാണ് ഇന്ന് പല രൂപത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾക്ക് വിധേയമാകുന്നത് എന്നുള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ. ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും വികലമായ മുഖം നൽകി ഈ വിശ്വാസത്തെ വക്രീകരിക്കുന്നതിന്, ഈ വിശ്വാസത്തെ വികലമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി നീക്കങ്ങൾ നടക്കുമ്പോൾ അതല്ല ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന പ്രത്യയശാസ്ത്രം. സ്വജീവിതത്തിലൂടെ സമൂഹത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാണ് ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന പ്രത്യയശാസ്ത്രം, ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് കാണിച്ച് തെളിയിച്ചിട്ടുള്ള പ്രത്യയശാസ്ത്രമെന്ന് ലോക സമൂഹത്തിന് മുന്നിൽ സാക്ഷ്യപ്പെടുത്താൻ ഈ കാലഘട്ടത്തിൽ വിശ്വാസ സമൂഹത്തിന് കഴിയണം. അതിന് പ്രവാചകൻ്റെ ചിന്തകൾ, പ്രവാചകൻ്റെ ഓർമ്മകൾ നമുക്ക് കരുത്തും ശക്തിയുമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, നമ്മുടെ വാക്കും പ്രവൃത്തിയും പ്രത്യയശാസ്ത്രവും പ്രയോഗവും ഒരുപോലെ മണ്ണിൽ സാധ്യമാക്കിക്കൊണ്ട് പ്രവാചക ജീവിതചര്യയോട്, വിശുദ്ധ ഖുർആനിക നിയമത്തോട് ആഭിമുഖ്യവും അതിനോടുള്ള ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കഴിവായി, കരുത്തായി
പ്രവാചക അനുസ്മരണം നമുക്ക് പ്രചോദനമായി തീരട്ടെ എന്നുകൂടി പ്രത്യേകം പ്രത്യാശിച്ചുകൊണ്ട് ഇത്തരമൊരു സംരംഭം, നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിൽ കൂട്ടായ്മ അത് നിരോധിതമാണ്, അല്ലെങ്കിൽ നിഷ്കർഷിക്കപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് ഓൺലൈൻ സംവിധാനത്തിലൂടെയാണെങ്കിലും ഇത്തരത്തിലൊരു സൗഹൃദ കൂട്ടായ്മയിലൂടെ പ്രവാചകനെ അനുസ്മരിക്കാൻ സന്നദ്ധമായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ബഹുമാന്യരായിട്ടുള്ള സംഘാടകരെ, അതിൻ്റെ സംസ്ഥാന നേതാക്കളെ, വിശിഷ്യ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട SKSSFൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പാണക്കാട് സായിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവർകളടക്കമുള്ള അഭിവന്ദ്യ വ്യക്തിത്വങ്ങളോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും മറ്റ് വിശിഷ്ടാതിഥികളുടെയും അനുവാദത്തോടുകൂടി ഈ ചർച്ചയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നബിദിന ആശംസകൾ.